ഹലോ ഗൈസ്, നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ ചോദിച്ചത് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന്. ഞാൻ പിന്നെ അപ്പോഴേ അങ്ങ് സമ്മതിച്ചു. നമ്മൾ പോയത് ശംഖുമുഖത്തായിരുന്നു. അയ്യോ കമ്പി. വീഡിയോ എടുത്ത് നടക്കുന്നതിൻ്റെ ഇടയിൽ തൂണുണ്ടായിരുന്ന പോലും ശ്രദ്ധിച്ചില്ല. നേരെ അതിൻ്റെ നേർക്ക് പോയി. പിന്നെ ഇടിയൊന്നും കിട്ടാത്തതുകൊണ്ട് കാര്യമാക്കാതെ നമ്മൾ അങ്ങ് നടന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ബീച്ചിൽ പോയത്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. കടലൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. റോഡിൻ്റെ ആ സൈഡ് വരെ എന്തായാലും കടൽ കയറിയിട്ടുണ്ട്. നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന തന്നെ കടലിൽ കളിക്കാനാണല്ലോ. പിന്നെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ രണ്ടും ഓരോ ഐസ്ക്രീം വെച്ച് അങ്ങ് വാങ്ങിച്ചു. പിന്നെ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് പൊറോട്ട ഹട്ടിലേക്കായിരുന്നു. കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു നൂൽ പൊറോട്ടയും ബൺ പൊറോട്ടയും ഒന്ന് ട്രൈ ചെയ്യണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ പോയപ്പോൾ തന്നെ നല്ല നൂൽ പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൂടോടെ. നമ്മൾ നേരെ മുകളിലോട്ട് കഴിക്കാനായിട്ട് പോയി. കഴിക്കാനായിട്ട് പോകുന്ന വഴിയൊക്കെ സൂപ്പറായിരുന്നു. അവിടെ കയറിക്കണ്ടോ, പൊറോട്ടയുടെ ഡുക്കിലൊക്കെ കയറൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഇരുന്നപ്പോൾ തന്നെ നമുക്കൊരു കട്ടൻ ചായ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നു. എനിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മനസ്സിലായത് ജിഞ്ചർ ടീ ആണെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നൂൽ പൊറോട്ടയും ബൻ പൊറോട്ടയും വന്നു. പക്ഷേ ബീഫ് റോസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ പറഞ്ഞത് ചിക്കൻ ഫ്രൈ ആയിരുന്നു. ബീഫ് റോസ്റ്റ് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എനിക്കങ്ങോട്ട് ചിക്കൻ ഫ്രൈ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ പോയപ്പോഴത്തേക്കും ബീഫ് റോസ്റ്റും എല്ലാം കഴിഞ്ഞു പോയി. പിന്നെ അവർ കുറച്ച് മാറ്റി വെച്ചിരുന്ന കറി എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നു. പിന്നെ നമ്മൾ അത് വെച്ച് കഴിച്ചു. എന്തായാലും എനിക്ക് നൂൽ പൊറോട്ട നന്നായി ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളെ കൊണ്ട് കഴിക്കണമെന്ന് വിചാരിച്ച സാധനമായിരുന്നു. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നൂല് പോലത്തെ നൂൽ പൊറോട്ടയായിരുന്നു. ആ ബീഫ് റോസ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ച്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ സമയം കൂടുതലായതുകൊണ്ട് ഒരിടവും ഇറങ്ങാനായിട്ട് നിന്നില്ല. പിന്നെ ഞങ്ങൾ വീടെത്തി. അവനെ കൊണ്ടുപോകാത്ത ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. പക്രു എന്നെ നന്നായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഉറങ്ങാനായിട്ട് പോയി. ഓക്കെ, ടാറ്റാ.